എൻ്റെ പേര് പാസ്റ്റർ സജി പള്ളിക്കുന്ന്. ഞാൻ ചിക്കി കുഷോർ എന്ന ഈ 36 വയസ്സുള്ളതായിരിക്കുന്ന സഹോദരൻ കിഡ്നി കംപ്ലൈൻ്റ് ആയിട്ട് ചികിത്സിക്കാൻ പൈസ ഇല്ല എന്നുള്ളതായിരിക്കുന്ന അറിവ് ലഭിച്ചനുസരിച്ച് ആണ് ഇന്ന് ഈ വീട്ടിൽ എത്തിച്ചേർന്നത്. ഈ കുടുംബവും പല പ്രാവശ്യം എന്നെ വിളിച്ച് സഹായത്തിന് വേണ്ടി ആവശ്യപ്പെട്ടിരുന്നു. മറ്റു പലരും ഈ കുടുംബത്തിൻ്റെ സ്ഥിതിയെക്കുറിച്ച് എന്നോട് വിളിച്ചു പറഞ്ഞിരുന്നു. അതനുസരിച്ചാണ് ഈ കുടുംബത്തിൽ എത്തിച്ചേർന്നത്. തുടർന്ന് ഈ പ്രിയ ചിക്കുവിൽ നിന്നും ചിക്കുവിൻ്റെ അമ്മയിൽ നിന്നും കാര്യങ്ങൾ കേൾക്കാം. ഒരു നിമിഷം ശ്രദ്ധിക്കണമേ എന്ന് അപേക്ഷിക്കുകയാണ്. ചിക്കു എത്ര സംസാരിച്ചോ? സംസാരിക്കാം. എത്ര നാളെ അസുഖം ആരംഭിച്ചിട്ട് ഇപ്പോഴത്തെ സ്ഥിതി എന്താ? ഒരു കൊല്ലായി ആരംഭിച്ചിട്ട്. നിലവിൽ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ 3 ഡയാലിസിസ് ആണ് ചെയ്യേണ്ടത്. 2 എണ്ണം ഇപ്പം ചെയ്യുന്നുള്ളൂ. സാമ്പത്തിക സ്ഥിതി മോശമായതുകൊണ്ട് 2 ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആരോഗ്യ ഇൻഷുറൻസ് വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. കാരുണ്യം നിന്ന് എന്തെങ്കിലും സഹായങ്ങളും വല്ലതും കിട്ടിയിട്ടുണ്ടോ? ഓക്കെ, സംസാരിച്ചോ? അപ്പോൾ മുഖത്തൊക്കെ നീരുണ്ട്. ഓക്കെ. ഇപ്പോൾ വീട്ടിലെ സാമ്പത്തിക സ്ഥിതിയൊക്കെ എങ്ങനെയാണ് വരുമാനമൊക്കെ? ഞാൻ വണ്ടി ഓടിച്ചായിരുന്നു വരുമാനം. ഇപ്പം യാതൊരു വിധ വരുമാനവും ഇല്ല. പിതാവ് വണ്ടിയൊന്നും പോകുന്നില്ല. വണ്ടി ഡ്രൈവറായിരുന്നു. ഇപ്പോൾ ബസ്സിലൊന്നും പോകുന്നില്ല. എത്ര വർഷമായി? 22 കൊല്ലത്തോളമായി ജോലിക്ക് പോയിട്ട്. കണ്ണിന് കാഴ്ചക്കുറവായോണ്ടാണ് പോകാഞ്ഞല്ലേ? ഓക്കെ. അപ്പോൾ വരുമാനങ്ങളൊന്നുമില്ല. അപ്പോൾ എങ്ങൊന്നും ഒരു സഹായവും ലഭിക്കുന്നതുമില്ല ചികിത്സയ്ക്ക് വേണ്ടിയിട്ട്. ഡോക്ടർ എന്താ പറഞ്ഞിരിക്കുന്നത്? കിഡ്നി മാറ്റി വയ്ക്കണം എന്നാണ് ഡോക്ടറുടെ നിർദ്ദേശം. 2-3 ഡോക്ടർമാർ അങ്ങനെ പറഞ്ഞത്. രാജഗിരി ചെന്നപ്പോഴും അവിടുത്തെ ഡോക്ടറും പറഞ്ഞു മാറ്റി വയ്ക്കണം. പിന്നെ നെറ്റിയുടെ അവിടെയുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ എറണാകുളത്ത് നിന്ന് ഇപ്പം മാറ്റി വയ്ക്കണം തന്നെയാണ് ഡോക്ടർ നിർദ്ദേശിച്ചത്. ഓക്കെ. മാറ്റി വെക്കാനുള്ള സാമ്പത്തിക സാഹചര്യങ്ങളൊന്നും ഇല്ല അല്ലേ? ഓക്കെ. അമ്മയ്ക്ക് എന്താ സംസാരിക്കാനുള്ളത് ഈ വിഷയത്തെക്കുറിച്ച്? ചികിത്സയ്ക്ക് എത്ര രൂപ വരും ഒരു മാസം? ഇപ്പം നിലവിൽ 6000 രൂപയോളം വരുന്നുണ്ട്. ഇപ്പം എങ്ങനെയാ അമ്മ ചികിത്സയൊക്കെ നടത്തുന്നത് ആൻറ്റി? ഞാൻ പലരുടെയും സഹായം കൊണ്ട്. ഓക്കെ. എന്നോട് പറഞ്ഞല്ലോ കടം പലരുടെ മറിച്ച് തിരിച്ചു വെക്കുക, മാറ്റി മറിച്ചൊക്കെ ഒരു സ്ഥലത്ത് നിന്ന് മേടിച്ചിട്ട് പിന്നെ അത് കൊടുക്കാറാകുമ്പോഴത്തേക്കും വേറെ സ്ഥലത്ത് മേടിക്കും. അങ്ങനെയാണ്. ഓക്കെ. വേറെന്താ പറയാനുള്ളത്? പിന്നെ പലരും സഹായിച്ചിട്ടുണ്ട്. കുറേ ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ പലരും ചെയ്തിട്ടുണ്ട്. എന്നും ആൾക്കാർക്ക് ഞങ്ങളങ്ങനെ സഹായിക്കാൻ പറ്റില്ല. അപ്പോൾ എവിടെയെങ്കിലും മറിച്ച് തിരിച്ച് കാര്യങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് വരരുതല്ലോ. അതോ പിതാവിൻ്റെയും ശരീരത്തിന് പ്രയാസമായതുകൊണ്ട് പിതാവിന് വണ്ടി ഓടിക്കാൻ ലോറി ഓടിക്കായിരുന്നു. 22 വർഷമായിട്ട് ജോലിക്കൊന്നും വന്നിട്ടുണ്ട്. മകൻ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ സ്വന്തമായിട്ട് വീടില്ല ഞങ്ങൾക്ക്. ഇപ്പോൾ ഈ താമസിക്കുന്ന വീട് ഇത് ഭർത്താവിൻ്റെ തറവാടാണ്. ചേട്ടന്മാരുടെയൊക്കെ കൈവശമാണ് ഇരിക്കുന്നത്. ഓക്കെ. മകനിപ്പോൾ 36 വയസ്സായി. ഇതുവരെ ഞങ്ങൾ സ്വന്തമായിട്ടൊരു സെൻറ്റ് ഭൂമി ഞങ്ങൾക്കില്ല. ഓക്കെ. എൻ്റെ ഇത് പിടിച്ചാൽ
പ്രിയമുള്ളവരെ, ഈ വാത്സല്യ സഹോദരനെ സഹായിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ ആശുപത്രിയിൽ ഡയാലിസിസിന് പോകാൻ പൈസ ഇല്ലായിരുന്നു, പൈസ കൊടുത്തിട്ടില്ല. ഈ ആഴ്ചയിൽ എങ്ങനെ പോകണമെന്നുള്ളതിനെ കുറിച്ച് അറിയാത്ത പ്രയാസത്തിലാണുള്ളത്. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ആഴ്ചയിൽ 3 ഡയാലിസിസ് നടക്കേണ്ടതാണ്, എങ്കിലേ ആരോഗ്യം നിൽക്കാൻ കഴിയുള്ളൂ. പക്ഷേ 2 മാത്രമേ ചെയ്യുന്നുള്ളൂ. സാമ്പത്തികത്തിൻ്റെ പരാധീനത കാരണം മറ്റൊരു സഹായവും വേണ്ടത്രതായ നിലയിൽ ലഭിക്കുന്നില്ല. വളരെ കടവൊക്കെ വാങ്ങിയാണ് കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ദയവായി ഈ സഹോദരനെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നമുക്ക് ചെയ്യാൻ കഴിയുന്നതായിരിക്കുന്ന ഈ ലോകത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നതായ ഇത്തരം സഹായങ്ങൾ, നിങ്ങൾക്ക് കഴിയുന്ന സഹായങ്ങൾ, അത് വലുതായാലും ചെറുതായാലും ഇന്നത്തെ ഇൻ്റർനെറ്റ് സൗകര്യങ്ങളും സംവിധാനങ്ങളൊക്കെ ഉള്ളപ്പോൾ നിങ്ങൾക്ക് 100 രൂപ മുതൽ ഈ പ്രിയമുള്ളവരുടെ അക്കൗണ്ടിൽ ഇട്ടുകൊടുക്കാം. ഈ പ്രിയമുള്ളവരുടെ അക്കൗണ്ടിൽ മാത്രം, ഈ സഹോദരൻ്റെ പേരുള്ളതായിരിക്കുന്ന ഫെഡറൽ ബാങ്കിലെ അക്കൗണ്ടാണുള്ളത്. അതിൽ മാത്രം പൈസ ഇടുക. ഈ വിശദമായ വിവരങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ നമ്പറിലുമായി ബന്ധപ്പെടുക. 97 459 20074, ഇല്ലെങ്കിൽ 93 888 99 893 ഈ നമ്പറിൽ വിളിച്ച് വിവരങ്ങൾ നിങ്ങൾക്ക് അന്വേഷിക്കാവുന്നതാണ്. തീർച്ചയായും ഇതോടുള്ള മെഡിക്കൽ രേഖകൾ സഹിതമാണ് ഇത് പോസ്റ്റ് ചെയ്യുന്നത്. മെഡിക്കൽ രേഖകളും കാണണമേ എന്ന് പ്രത്യേകം അപേക്ഷിക്കുകയാണ്. ദയവായി പ്രിയ സഹോദരനെ സഹായിക്കുവാൻ ഒരിക്കൽ കൂടെ അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ കുടുംബത്തിൻ്റെ കണ്ണുനീരൊപ്പുവാൻ നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്യണമെന്ന് ദൈവനാമത്തിൽ അപേക്ഷിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമീൻ.